നമ്മുടെ മെൻഡോസായിട്ട് നിൽക്കുന്ന എല്ലാം നല്ല സ്മൈലി നല്ല ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊക്കക്കോള വെച്ചുകൊണ്ട് അടിപൊളി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കൊക്കക്കോള മാത്രമല്ല നമുക്കുള്ളത്, ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയുടെ തുടർച്ചയായിട്ട് നമുക്ക് പറയാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം കിട്ടും. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ബാവും മാത്രം. അതായത് നമ്മൾ ആ ഒരു 2017 ഡിസംബർ 22-ാം തീയതി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് മാസ്റ്റർ പീസ് എന്നൊക്കെ പേരിട്ടിട്ട് അതിൽ ആദ്യത്തെ സബ്സ്ക്രൈബർ ഞങ്ങൾ രണ്ടുപേരുമാണ്. ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പോൾ ഒരു 6 കൂടി, അതായത് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് 2 മില്യൺ ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ ഔട്ട്രോയിൽ പറയാം. അപ്പോൾ അതിനു മുമ്പ് ബാബുവിന് വേറെ ചെറിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അപ്പോൾ കേസ് എന്താണെന്ന് വെച്ചാൽ 2 പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മുഖത്തൊക്കെ കുറേ ചളിയും അതുപോലെ തന്നെ പുകയും കാര്യങ്ങളൊക്കെ വരട്ടിയിട്ടില്ലെങ്കിൽ സൂര്യപ്രകാശം തട്ടിയുമ്പോൾ മുഖമൊക്കെ ചൊളിഞ്ഞ് നിൽക്കാറുണ്ട്. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഉസ്താരുടെ ഡീ ടാൻ കിറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. 2 പ്രൊഡക്റ്റുകളാണുള്ളത്. ഒന്ന് ഫേസ് സ്ക്രബ്, ഡീ ടാൻ ക്രീമും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ടും കെമിക്കൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫേസ് സ്ക്രബിലുള്ളതെന്ന് വെച്ചാൽ ഇതിൽ വാൾനട്ട് അടങ്ങിയിട്ടുണ്ട്. വാൾനട്ട് ആ തരികളുണ്ടല്ലോ. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മളിതേപോലെ പുറത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം 3-4 മിനിറ്റ് ഇതേപോലെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ റൗണ്ടിൽ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഡീ ടാൻ ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രിയാണ് ഇത് ഉപയോഗിക്കാറ് കേട്ടോ. കിടക്കുന്ന സമയത്താണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. വെയിലത്ത് ഉപയോഗിക്കുന്ന സംഭവമല്ല. കുറച്ച് മാത്രം ഒരു നാണയത്തിൻ്റെ വലുപ്പത്തിൽ മാത്രം എടുത്തതിന് ശേഷം മുഖത്ത് അതുപോലെ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുത്താൽ നല്ല മുഖത്തിന് നല്ല തെളിച്ചും കാര്യങ്ങൾ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വാങ്ങണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇവരുടെ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാസ്റ്റർ 20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫർ കിട്ടുകയും ചെയ്യുന്ന കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഒന്ന് കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. 2 മില്യൺ സ്പെഷ്യൽ വീഡിയോ അല്ല നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 മില്യൺ സ്പെഷ്യൽ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാബുവിൻ്റെ ഉപ്പാക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാബു നമ്മുടെ കൂടെ ഇല്ല. അതുകൊണ്ട് ബാബുക്ക് വന്നതിന് ശേഷം നമുക്ക് ആ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഔട്ട്രോയിൽ കറക്റ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 2.25 ലിറ്ററിൻ്റെ ഒരു കൊക്കക്കോള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെൻഡോസ് എടുത്തിട്ടുണ്ട്, 2 മെൻഡോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 രൂപയുടെ മെൻഡോസ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് സൂപ്പർ ഗ്ലൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ 1000 രൂപയുടെ സൂപ്പർ ഗ്ലൂ ഇത്രയായിട്ടുള്ളത്. അതായത് 1000 രൂപയുടെ സൂപ്പർ ഗ്ലൂ എടുത്തു കഴിഞ്ഞാൽ 5 രൂപയുടെ പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്രയുള്ളത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി. അപ്പോൾ അന്ന് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു അത് പിന്നീട് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കട്ടയായി പോയില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇല്ല കേട്ടോ, അതേപോലെ നന്നായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം 2-3-4 ദിവസമായി. പിന്നെ നമ്മളൊരു കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബലൂണാണ്. അതായത് സാധാ നോർമൽ ബലൂണല്ല, മാജിക് ബലൂണോ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്ന കെട്ടി വരുന്ന ഒരു ബലൂൺ, അതായത് സെൽഫ് അങ്ങനെ എന്തോ ഒരു ബലൂൺ പറയും. അപ്പോൾ ഏതായാലും നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഒരു ബലൂൺ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 111 ബലൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, അടിപൊളി 111 ബലൂണിൻ്റെ സെറ്റുകളാണ്. അപ്പോൾ നമ്മുടെ ബലൂൺ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് നമ്മൾ മെൻഡോസ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു റിയാക്ഷൻ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് മെൻഡോസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മെൻഡോസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മെൻഡോസൊക്കെ സംഭവമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ഓരോ സ്മൈലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ മെൻഡോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മെൻഡോസ് നമ്മൾ ഇതിലേക്ക് ഇടുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ആ മെൻഡോസ് അതിലേക്ക് വീണല്ലോ. അതായത് കൊക്കോളൻ്റെ സംഭവം അറിയാം, സെക്കൻഡുകളോട് ആ സംഭവം തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഐഡിയ ഇവിടെ പ്രയോഗിക്കുകയാണ്. ഒന്നുമില്ല, ഇതുപോലത്തെ പേപ്പർ എടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുക. പോലെ നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ മെൻഡോസായിട്ട് നിൽക്കുന്ന എല്ലാം നല്ല സ്മൈലി നല്ല ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് നമ്മളിതേക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒരിക്കലും ഇതിലേക്ക് കൊള്ളൂലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിതാ. അപ്പോൾ ഓക്കെ, നമ്മുടെ കൊക്കക്കോള ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ മെൻഡോസ് നമ്മൾ മാലയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഒരുപാട് ഇൻട്രോ പറഞ്ഞപ്പോൾ ഒരുപാട് കുലുക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇതും ഗ്യാസും കാര്യങ്ങളും പോയിട്ടുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോ മെൻഡോസിൻ്റെതും മെൻഡോസ് അതിലേക്ക് വീണാൽ തീർന്നിട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക. 1 2. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബലൂൺ എടുക്കുക. അതിന് ശേഷം ഇതേപോലെ വെക്കുക. ഇത് കറക്റ്റ് നമ്മുടെ ഈ ഒരു ടോപ്പിന് കറക്റ്റ് അല്ല.
എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു സാധനം ഇട്ടാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എത്തി അങ്ങനെ ഉണ്ടോ? ഒരു മിനിറ്റ്, അത് ഇട്ടൂല്ലേ? ഇത് പിടിച്ചാൽ ഒരു മിനിറ്റ് വേണ്ട. നമ്മൾ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ അതാണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ റെഡിയായി. ഓക്കെ ഗൈസ്, ഓക്കെ. ഇനി നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മെൻഡോസ് ഇതിലേക്ക് വരും കേട്ടോ. അപ്പോൾ റെഡി, 1 2 3. ഓക്കെ, നമ്മളിനി ഇത് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ കാണാം നിങ്ങൾക്ക്. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും ക്യാമറ എടുത്തിട്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അതേപോലെ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു വാട്ടർ ബലൂണായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വെള്ളത്തിൻ്റെ പൈപ്പ് ഇതേപോലെ കൊടുക്കുക. കണ്ടോ വെള്ളം നിറഞ്ഞ് വരുന്നുണ്ടല്ലോ. ഇത്രേ നമ്മളെ കൊക്കക്കോള നിറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു അവസ്ഥയിലേ നിറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇതേപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട് ഉണ്ടാവുക. അതായത് ആ വെള്ളം നിറഞ്ഞ് ഏകദേശം ഈ ഒരു വലിപ്പമാവുന്ന സമയത്ത് ആ റബ്ബർ ബാൻഡ് ഇവിടെ റബ്ബർ ബാൻഡ് ഇടും. അതേപോലെ തന്നെ ഇതിന് ആ ഒരു സ്ട്രോ ഓട്ടോമാറ്റിക്കായിട്ട് ഊരി പോരുകയാണ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആ കൊക്കക്കോള ഇടലും അതുപോലെ തന്നെ ക്യാമറ നിയന്ത്രിക്കലും എല്ലാം പാടായിട്ട് വീഡിയോ എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്തത് കൊക്കക്കോളയുടെ ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൊക്കക്കോള നമ്മൾ വിചാരിച്ചിരുന്നത് ആ ഒരു ലെവലിൽ തന്നെ കറക്റ്റായിട്ട് വന്നു കേട്ടോ. പക്ഷേ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ നിയന്ത്രിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ആ വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും നമ്മൾ വിചാരിച്ച പോലെ ആയി. പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ അതിൻ്റെ ഒരു വാട്ടർ ബലൂൺ, അതായത് വാട്ടറാണ് കുറച്ചും കൂടി വെള്ളമാണ് നടക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നിറഞ്ഞിട്ട് അത് ഫുള്ളായിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് 37 സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നീട് വെള്ളത്തിൻ്റെ സാധാരണ വെള്ളത്തിൻ്റെ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ അതേപോലെ അത്രക്കായിട്ടില്ല, പക്ഷേ കൊക്കക്കോളയിൽ ആ ഒരു ലെവലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ 2 മില്യൺ, അതായത് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന വലിയൊരു ഫാമിലിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ, എൻ്റെ പേരിലും അതുപോലെ തന്നെ ബാബുവിൻ്റെ പേരിലും പറയുകയാണ്. അപ്പോൾ നമ്മുടെ 2 മില്യൺ സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ബാബു ചെറിയൊരു ഹോസ്പിറ്റൽ കേസിലാണ്, അതുകൊണ്ടാണ് ബാബു ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ബാബു കൂടി വന്നതിന് ശേഷം നല്ല അടിപൊളി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞാൽ തീരില്ല, എന്നാലും നന്ദി പറയുകയാണ്. എല്ലാവരും ഇതേപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 466ാമത്തെ വീഡിയോ ആണ് നമ്മുടെ മാസ്റ്റർ പീസിൽ. അതുപോലെ തന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ടോ, 2017 ഡിസംബർ 22-നാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 3 കൊല്ലം പിന്നിട്ടപ്പോൾ നമുക്ക് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായി. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സന്തോഷത്തിലാണ്, ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ പിന്നീട് വരുന്നതാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.